പുരയ്ക്കൊരു തൂണുണ്ടെങ്കിൽ ആ തൂണിനെങ്കിലും നമ്മൾ പേടിക്കണം എന്നൊരു ചൊല്ലുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മിനിമം ഈ ചൊല്ലെങ്കിലും ഒന്ന് കേട്ടിരിക്കണം. ആരെയും പേടിയില്ലാത്ത, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പറ്റം ആളുകളുടെ പേരാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എന്നത്. ഒരു വശത്ത് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അടി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അടി എന്ന് പറയുമ്പോൾ ചില്ലറ അടിയൊന്നുമല്ല. പാർട്ടിയിലെ കസേരയ്ക്ക് വേണ്ടി തുടങ്ങുന്ന അടി പലപ്പോഴും പൊതുവേദിയിലെ കസേരയിൽ വരെ ചെന്ന് നിൽക്കാറുണ്ട്. അതിനിടെ അവരുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെയാണ് യുവ നേതാക്കളുടെ കാര്യം. ജനങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്ന യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം സുധാകരന് വേണ്ടി പോർവിളി നടക്കുമ്പോൾ സുധാകരനെ കൂട്ടിപ്പിടിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ നേതാക്കന്മാരെയും ഒറ്റുകൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. അത് ഇതിനേക്കാൾ കഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ പാർട്ടിക്കുള്ളിൽ പറയേണ്ടതെല്ലാം രാഹുൽ അങ്ങ് ഛർദ്ദിച്ചു. ഇത് ഹൈക്കമാൻഡിന് കൂടുതൽ ക്ഷീണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സുധാകരൻ തന്റെ നേതൃമാറ്റത്തെ വളരെ വികാരപരമായി എടുക്കുകയും ആന്റണിയെ കണ്ട് പരാതി പറയുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും കുറച്ച് ക്ഷീണം തന്നെയായിരുന്നു. അതിൻ പ്രകാരം മാത്രമാണ് മാറ്റം വേണ്ടത് KPCC മാത്രമല്ല മൊത്തത്തിലാണെന്ന് സോണിയെ വിളിച്ച് ആന്റണി കൽപ്പിച്ചത്. എന്നാൽ സ്ഥാനമാനങ്ങൾ മാത്രമല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകുന്നത്. അച്ചടക്ക വിരുദ്ധമായ ഒരു കാര്യവും വെച്ചു പൊറപ്പിക്കില്ലെന്നും അതിനെതിരെ പ്രതികരിക്കുമെന്നുമാണ് കേൾക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കോ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കോ ക്ഷീണം വരുന്ന രീതിയിൽ അണികൾ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അതിൽ ആദ്യത്തെ നറുക്ക് വീണത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ സുധാകരനൊപ്പം ചേർന്ന് പാർട്ടിക്കെതിരായി പത്രസമ്മേളനം നടത്തി എന്നതാണ് നേതൃത്വത്തെ ഒന്നാകെ ചൊടിപ്പിച്ചത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കൊന്നും യുവ നേതാക്കളുടെ അത്ര പോലും പക്വത വന്നിട്ടില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് താങ്ങാനുള്ള കെൽപ്പ് പാർട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്നും വരാൻ പോകുന്നത് അംഗനവാടി തെരഞ്ഞെടുപ്പല്ലെന്നും അത് ഈ നേതാക്കന്മാരെല്ലാം ഓർത്തിരിക്കണമെന്നും രാഹുൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതാണ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചത്. രാഹുൽ പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയണം, അല്ലാതെ പുറത്തു പോയി പറയുന്നത് നല്ല കാര്യമല്ല എന്നാണ് സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത്. അതേസമയം സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. സുധാകരൻ നിലനിർത്തുമോ, പകരം പുതിയ ആളെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിയമിക്കുമോ എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. ജാർഖണ്ഡിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇന്ന് രാത്രിയോടെ തന്നെ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നിട്ടുമുണ്ട്.